തൃശൂരിൽ ബാറുകളിൽ പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ കൈക്കൂലിയുമായി പിടിയിൽ. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് പിടിയിലായത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 50,000 രൂപയും 7 കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഈ ഓണക്കാലത്ത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി വാങ്ങുന്നുവെന്ന തരത്തിൽ വലിയ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഒടുവിൽ ഒരാൾ പിടിയിലാവുകയും ചെയ്തു. തീർച്ചയായും രുചീഷ്, ഇത് കൈക്കൂലി വാങ്ങിയത് എക്സൈസ് ഉദ്യോഗസ്ഥനാണ്, അത് ബാറുകളിൽ നിന്നുള്ളതാണ് എന്നുള്ളത് പറയുമ്പോഴാണ് ഇതിനകത്ത് കൗതുകം തോന്നുന്ന കാര്യം. കാരണം അനധികൃത മദ്യ വിൽപ്പനയും മദ്യ കച്ചവടവും ഒക്കെ നിരോധിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം വഴിവിട്ട നീക്കങ്ങളുമായി ബാറുകാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നുമൊക്കെ കൈക്കൂലി പിരിവായി സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അനധികൃത ധനസമ്പാദനം നടത്തുന്നു എന്നുള്ളതാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയത് തിരുവനന്തപുരം സ്വദേശിയായ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ്. ഇയാൾ ഇത്തരത്തിൽ അനധികൃത ഇടപാട് നടത്തുന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് രഹസ്യമായി വിവരം ലഭിച്ചതിനെ തുടർന്ന് 2 ദിവസമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് ചിറങ്ങരയിൽ വെച്ചാണ് വാഹനത്തിൽ നിന്നും 50,000-ഓളം രൂപയും 7 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഇയാളെ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങളാണ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണാവധിക്കായി തിരുവനന്തപുരത്തേക്ക് നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടെയാണ് ഇയാളെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്നത്. പരിശോധനയിലാണ് പണവും മദ്യവും കണ്ടെടുക്കുന്നത്. രുചീഷ്.